മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ റോഡിന്റെ ഇരുവശങ്ങളും കാടുപടലങ്ങൾ കൈയടക്കി. ദിശാസൂചകങ്ങൾ അടക്കം കാട്ടിലൊളിച്ച നിലയിലാണ്. പലയിടങ്ങളിലും ക്രാഷ് ബാരിയറും ഐറിഷ് ഓടയും മറച്ച് കാട് വളർന്നു നിൽക്കുകയാണ്. പാതയിൽ ഏലപ്പാറ മുതൽ 4 മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡിന് ഇരുവശവും കാടുപടലങ്ങൾ കയറിക്കിടക്കുന്നത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വലിച്ചെറിയുന്ന മാലിന്യം കാടുപടലത്തിൽ ഉടക്കി നിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കാട് വളർന്നതോടെ ഇതുവഴി വരുന്നവർ വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനും കാഴ്ച കാണുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സ്ഥല സൗകര്യമാണ് നഷ്ടമായത്. ഒരിടവേളയ്ക്ക് ശേഷം ഏലപ്പാറ 1-ാം മൈലിന് സമീപം വൻതോതിൽ മാലിന്യം തള്ളുന്നതും വ്യാപകമായി. മാലിന്യം തള്ളൽ വ്യാപകമായതോടെ പാതയിൽ തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിച്ചു. ദിശാസൂചകങ്ങളും അപകട സൂചനാ ബോർഡുകളും കാട്ടിൽ ഒളിച്ചതോടെ ഇതര സംസ്ഥാനത്തു നിന്നും വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ ചപ്പാത്ത് കുട്ടിക്കാനം 1-ാം റീച്ച് പാതയിലാണ് പ്രശ്നങ്ങൾ. മൂത്രം ഒഴിക്കാൻ നിർത്തിയാൽ പോലും എന്തൊക്കെ ജന്തുക്കൾ അവിടെ ഉള്ളതെന്ന് അറിയത്തില്ല. വണ്ടി വന്നാൽ കാണത്തില്ലാത്ത രീതിയിലാണ് കാട് വളർന്നു കിടക്കുന്നത്. അവിടെ പൊരുവന്ന വകുപ്പ് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരിതൊന്നും ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ നല്ലതായിരുന്നു. പക്ഷേ ഒന്നാമത് ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി ഈ റോഡ് പണിതിട്ട് ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് റോഡിന് ഇരുവശം വളർന്നിരിക്കുന്ന കാടുപടലങ്ങളും കാടുകളിൽ മൂടപ്പെട്ടിരിക്കുന്ന സിഗ്നൽ സംവിധാനങ്ങളും ബോർഡുകളും അടക്കം വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.